ഇന്ന് വിവാഹിതരാകുന്ന ഇന്നത്തെ ശുശ്രൂഷയുടെ ഏറ്റവും ഐക്കണായിരിക്കുന്ന ജോയൽ ഫേബ, ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സഭാ ശുശ്രൂഷകർ, മൂപ്പന്മാർ, എൻ്റെ മുൻപിലായിരിക്കുന്ന വിവിധ സഭകളിൽ നിന്നും വന്നിട്ടുള്ള സഭാ ശുശ്രൂഷകരെ, സുവിശേഷകന്മാരെ, മൂപ്പന്മാരെ, സഭാവിശ്വാസികളെ, ഇരുവിഭാഗങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് വന്ന ബന്ധുമിത്രാദികളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, കൗമാര യൗവനക്കാരെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ സന്ധ്യാവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഒരല്പം ആശങ്കയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപിക ഉൾപ്പെടെ എൻ്റെ മുൻപിൽ വേദിയിലിരിക്കുന്നു എന്നുള്ളത് അല്പമല്ലാത്ത ഒരു ഭയം ഉളവാക്കുന്നുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ ആത്മീകമായി നയിച്ച ബഹുമാനപ്പെട്ട കർത്തൃദാസൻ സാംസൺ ഡിക്രൂസും ഇവിടെ ഉള്ളത് എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നു. അവരുടെ മുമ്പിലൊക്കെ ശുശ്രൂഷിക്കുവാനുള്ള ആദ്യ അവസരമായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ മധുരയിലേക്കൊരു യാത്ര പോയി. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ കോളേജിൽ ഉള്ള ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ എങ്ങോട്ടാണ് പോകുന്നത്, ഇന്ന് കോളേജിൽ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് മധുരയ്ക്ക് പോവുകയാണ്, ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഉടനെ ആ മോള് ചോദിച്ചു, എൻ്റെ സാറ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഇതൊക്കെ വല്ലാത്ത ഒരു പുലിവാലല്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ അവിടെ വേറെന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ഞാൻ പ്രസംഗിക്കാൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കൊള്ളാം. സാധാരണ കല്യാണത്തിന് വരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വധൂവരന്മാരെ കണ്ട് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ പിടിച്ചിരുത്തി പ്രസംഗമൊക്കെ കേൾപ്പിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കാനാണല്ലേ എന്ന് ഈ മോള് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാനിപ്പോൾ പോകുന്നത് മധുരയിലേക്കാണ്. എനിക്ക് പോകുന്ന വഴിക്ക് വിശാലമായ വഴി തന്നെയാണ്. പക്ഷേ ഓരോ ജംഗ്ഷനിലും എത്തുമ്പോൾ വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ എന്ന് വ്യക്തമായ ചില ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. ആ ബോർഡുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ വഴിയാത്രയിൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇതെല്ലാം എങ്ങനെയാണ് വാഹനം ഓടിച്ച് സുരക്ഷിതമായി എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഞാൻ ആ നിയമങ്ങൾ പാലിച്ചു പോകുമ്പോഴാണ്. അതുകൊണ്ട് ഓരോ ജംഗ്ഷനിലെത്തുമ്പോൾ ഞാൻ ഈ ബോർഡ് നോക്കാറുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ വിവാഹ ശുശ്രൂഷയിലും സംഭവിക്കുന്നത്. വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ദൈവവചനം പറയാനായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്, ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും വൈതരണികളിൽ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് കുടുംബജീവിതം ആരംഭിക്കുന്നവർക്കും അതുപോലെ തന്നെ എൻ്റെ മുൻപിലിരിക്കുന്ന വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും വിവാഹ ജീവിതം കഴിഞ്ഞവർക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില നിർദ്ദേശങ്ങൾ കിട്ടുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന ആരും യാദൃച്ഛികമായി വന്നതല്ല. യു ആർ സെലക്റ്റഡ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചിലർ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വിവാഹമോചനം ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ വിവാഹമോചനം ചെയ്യാൻ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. യേശു കർത്താവ് അതിന് പറഞ്ഞ ഒരു മറുപടി മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് നാം കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 19:8 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പം ആദ്യം വേറെ എന്തോ രീതി ഉണ്ടായിരുന്നു. എന്താണ് ആദിയിലെ രീതി? ആദ്യത്തെ കുടുംബം എങ്ങനെ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ, എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഇത് കേവലം ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ എടുക്കുകയില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സന്ദേശമായി നിങ്ങൾ എടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആദ്യത്തെ കുടുംബം എങ്ങനെയായിരുന്നു ഇതറിയുമ്പോഴാണ്, അയ്യോ ഞങ്ങൾ എത്രയോ മെച്ചമായി മുന്നോട്ട് പോകാമായിരുന്നു എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ കുട്ടികൾക്ക് തറ പറ പന എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കും. അപ്പോൾ അത് കുട്ടികൾ വന്ന് വീട്ടിലിരുന്ന് എഴുതണം. അപ്പോൾ ആദ്യത്തെ വരിയിൽ ഈ അധ്യാപിക എഴുതി കൊടുക്കും. ഏതാണ്ട് 20ഓളം ലൈനുകളുണ്ട് എന്നങ്ങ് വിചാരിക്കുക. ആദ്യത്തെ ലൈനിൽ അധ്യാപിക എഴുതുന്നു, കുട്ടി 2-ാമത്തെ ലൈനിൽ എഴുതുന്നു.
അങ്ങനെ എഴുതി 20ാമത്തെ ലൈനാകുമ്പോൾ ഒന്ന് പറഞ്ഞേ, 2ാമത്തെ ലൈനിലും 20ാമത്തെ ലൈനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞേ. നിങ്ങളെന്ന് പറയിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. എന്താണ്? ആദ്യത്തെ ലൈനിൽ കുട്ടി എഴുതിയ അതിൽ നിന്നും അല്പം ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഏറ്റവും അവസാനത്തെ ലൈന്. അതെന്താ അങ്ങനെ വന്നത്? കാരണം 20ാമത്തെ ലൈന് കുട്ടി എഴുതിയത് 19ാമത്തെ ലൈന് നോക്കിയിട്ടാണ്, 15ാമത്തെ ലൈന് കുട്ടി എഴുതിയത് 14ാമത്തെ ലൈന് നോക്കിയിട്ടാണ്. പിന്നെ എങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്? 20ാമത്തെ ലൈനും 15ാമത്തെ ലൈനും 10ാമത്തെ ലൈനും 1ാമത്തെ ലൈന് നോക്കി എഴുതണമായിരുന്നു. ആദിയിൽ എങ്ങനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ആക്കി വെച്ചത് എന്ന് മനസ്സിലാകുമ്പോൾ അതിന് പിന്നാലെ വരുന്ന ഓരോ കുടുംബങ്ങളും ഏറ്റവും ശക്തീകരിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരും. കഴിഞ്ഞ വർഷങ്ങൾ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മോൾ എന്നോട് വന്ന് പറഞ്ഞു, കൗൺസിലിങ്ങിന് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ ചോദിച്ചു എന്തേ കാരണം? എനിക്ക് മുമ്പേ ഓടിയവരൊക്കെ വീണ് കിടക്കുക, ഇനി ഞാൻ കല്യാണം കഴിച്ച് ഈ പൊല്ലാപ്പെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പല കൗമാരയവനക്കാരും ഇന്ന് ഭയപ്പെടുന്ന ഒരു കാര്യം അതാണ്. സിംഗിൾനെസ് ഈസ് ബെറ്റർ ദാൻ ഒരു അടിമയെപ്പോലെ ആകുന്നതിനേക്കാൾ നല്ലത് സിംഗിൾനെസ് ആണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ആദിമ കുടുംബം എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 2ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. വിവാഹിതർക്കും ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്നവരോടും ഞാൻ ആദ്യത്തെ കാര്യം ഇങ്ങനെ പറയട്ടെ. സ്വർഗത്തിലെ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും ഭംഗിയായി സൃഷ്ടിച്ചു. മനുഷ്യന് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും നൽകി. എന്നിട്ടും സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ നിനക്ക് തക്കതായ തുണ ഉണ്ടാക്കി തരും. എ സ്യൂട്ടബിൾ ഹെൽപ്പർ ഫോർ യു. നിനക്ക് തക്കതായ തുണ. ഇവിടെ ഇന്ന് വിവാഹം കഴിഞ്ഞ് എല്ലാവരോടും ഞാൻ തറപ്പിച്ചുറപ്പിച്ച് 2 വട്ടം പറയുക. എന്തോന്നറിയാമോ? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തക്കതായ തുണയെ തന്നെയാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ചിന്തിക്കും, ഇത് വെറുതെ ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ചുമ്മയല്ലേ സാറേ? ഓരോ വിവാഹിതരും ഓർത്തോണം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന തക്കതായ തുണയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിക്ക് തൻ്റെ ദൈവത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കുന്നതിന് പൂർണ്ണമായ ഹെൽപ്പ് നൽകുന്ന ആളെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വിജയത്തിലോട്ട് പോകുന്നതിനുള്ള തക്കതായ തുണയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് ശാരീരികമായും മാനസികമായിട്ടും എല്ലാം അത് ശരി തന്നെയാണ്. ദൈവം തക്കതായ തുണയാണ് നൽകിയിരിക്കുന്നത്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട് ഞങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്, ബൈബിളിൽ യേശു കർത്താവിന് പുതിയ നിയമത്തിൽ എത്ര തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. പഴയ നിയമത്തിൽ ദൈവത്തിന് എത്ര തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? 0. ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ദൈവമല്ല. ദൈവം തക്കതായ തുണയെ വിവാഹിതരായവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തക്കതായ തുണയെ തന്നെയാണ്. അല്ലയോ ജോയലെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്നും ഓർത്തോണം, എനിക്ക് കിട്ടിയിരിക്കുന്ന ഫേവ തക്കതായ വ്യക്തിയാണ്. ഫേബയേക്കാൾ ഈ ഭൂമിയിൽ മറ്റൊരാളില്ല. വിവാഹം കഴിഞ്ഞവർ ചിന്തിക്കും, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ പറയാറുള്ളതാണ്, എടി നിന്നെ കെട്ടിയതിനേക്കാളും ബാക്കി പറ, ആദ്യത്തെ പ്രപ്പോസലിന് മറ്റേ മിച്ചർ തിന്നാൻ പോയപ്പോഴേ ആ വീട്ടിൽ അതായിരുന്നു നല്ലത്, ഞാൻ അങ്ങ് യെസ് പറയേണ്ടതായിരുന്നു, അബദ്ധമായിപ്പോയി. ഇനി മേലിൽ ആരും അങ്ങനെ പറയരുത്. കാരണം എന്നറിയാമോ? സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ദൈവം തന്നിരിക്കുന്ന തക്കതായ തുണയെ തന്നെയാണ്. കുറച്ച് സൈക്കോളജിക്കൽ എവിഡൻസ് കൂടെ ഞാൻ പറയാം, പടപടാന്ന് പറഞ്ഞിട്ട് പോകാം. ഒന്ന്, തക്കതായ തുണയെന്ന് പറഞ്ഞാൽ ഈ ചില വീട്ടിൽ ഭർത്താക്കന്മാർ മിണ്ടത്തില്ല, അധികം ഒന്നും സംസാരിക്കത്തില്ല. ദൈവം കൊടുത്ത ആരെയാണ്? ഇപ്പം മനസ്സിലായോ? തക്കതായ തുണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ വാ തുറന്നാൽ ബാക്കി പറ നിർത്തത്തില്ല, ആണോ അല്ലയോ? വാ തുറന്നാൽ നിർത്തത്തില്ല മറ്റാൾ. അപ്പോൾ ദൈവത്തിനറിയാം, ഒരാൾ കേൾക്കണം, മറ്റൊരാൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറയൂ, കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. അങ്ങനെ ആ ദൈവം തന്നിരിക്കുന്നത്. വേറെ ചില വീടുകളിലുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടിന് പൊട്ടിത്തെറിക്കുന്ന ചില ആളുകളുണ്ട്, ചില ഭാര്യമാരുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ഭയങ്കര ദേഷ്യക്കാരി. അങ്ങനെയുള്ള ആൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആളാരെന്ന് മനസ്സിലായോ? സുനാമി വന്നാലും അനങ്ങത്തില്ല, പുഞ്ചിരിയോടെ നേരിടും. പുഞ്ചിരി മോളെ ശരിയല്ലേ? ആണ്, സത്യം. അങ്ങനെയേ ദൈവം തരത്തുള്ളൂ. ഇതുപോലെ 100 കണക്കിന് ഉദാഹരണങ്ങൾ പറയാനുള്ളൂ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോട്ടെ. ചില വീട്ടിൽ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരും. ഈ ചില ഭാര്യമാർ, എല്ലാവരും അല്ല, ചില ഭാര്യമാർ
കൊണ്ടുവരുന്ന പൈസ എല്ലാം അങ്ങ് ദൂർത്തടിക്കും. അങ്ങനെയുള്ള ആൾക്ക് ദൈവം കൊടുത്ത ആളെ മനസ്സിലായാരെന്ന്? 5 പൈസ ദൈവത്തിന് പോലും അങ്ങനെ ചെയ്യരുത്, കൊടുക്കത്തില്ല. വിവാഹം കഴിക്കാൻ വന്ന മക്കളോടും പറയാം, ദൈവം നിങ്ങളെ തക്കതായ വീട്ടിലെ കൊണ്ടെത്തിക്കത്തുള്ളൂ. എങ്ങനെയെന്നറിയാമോ? ചില പിള്ളേരുണ്ട് വീട്ടിൽ ഒരു ജോലിയും ചെയ്യത്തില്ല, വീട്ടിൽ അടുക്കളയിൽ കയറി ജോലി ചെയ്യത്തേ ഇല്ല. അപ്പോൾ ദൈവത്തിനറിയാം ഇയാളെ ഏത് വീട്ടിൽ വിടണമെന്ന്. ഏത് വീട്ടിൽ വിടും? നേരെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു വീട്, അവിടെ 8 പശുവും 3 തൊഴുത്തും, ചാണകം വാരി ഊപ്പാട് വരും. ദൈവത്തിനറിയാം ആരേത് വീട്ടിൽ വിടണമെന്ന്. ഗോഡ് നെവർ ഡിഡ് എനി മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി ഉണ്ടല്ലോ, തക്കതായ തുണയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ജീവിത പങ്കാളികൾ ഒരിക്കലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ചിന്തിക്കരുത് ഇതെനിക്ക് പറ്റിയ ആളല്ല എന്നല്ല ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് ഏറ്റവും പറ്റിയ ആളാണ്. എന്തിന് ദൈവം അങ്ങനെ തന്നിരിക്കുന്നു? എൻ്റെ സ്വഭാവത്തിന് ഇതിനേക്കാളും പറ്റിയ ആൾ വേറെ ഇല്ല, ഉറപ്പാണ്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. ദൈവം തക്കതായ തുണയെ നൽകി എന്നുള്ളതാണ്. അടുത്തവിടെ വായിച്ചു കേൾക്കുന്നത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പർവ്വജാതികളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണയെ കണ്ടുകിട്ടിയില്ല. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ മൃഗങ്ങളെയാണ് മുന്നിലൂടെ വിട്ടത്. പക്ഷേ ഈ ആദം ദൈവം കൊടുക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു. മുന്നിലൂടെ പോയതിനെ ഒന്നിനെയും, സൗന്ദര്യമുള്ള മയിൽ പോയി കാണും, ആരോഗ്യമുള്ള ആന പോയി കാണും, വെള്ള കുതിര ചാടി പോയി കാണും, ഇതിനെ ഒന്നിനും ചാടി കയറി ഇത് കൊള്ളാമോ എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞില്ല. ജോയലിൻ്റെയും ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. എന്താണ്? ജോയൽ +2 കഴിഞ്ഞ ആ പ്രായം മുതൽ തന്നെ പലരും മുന്നിലൂടെ അങ്ങും ഇങ്ങും പോയി. പക്ഷേ ജോയൽ ഒന്നിനെയും എൻ്റെതെന്ന് പറഞ്ഞില്ല. ഇന്ന് മുതൽ പറയാൻ നിൽക്കുക, ആണോ അല്ലയോ? ദൈവഹിതപ്രകാരം വെയിറ്റ് ചെയ്ത് നിന്നു. ദൈവം കൊടുത്ത് തക്കതായ ആളെ. കൗമാരക്കാരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞങ്ങ് മുന്നോട്ട് പോട്ടെ. കൗമാരപ്രായത്തിൽ നിങ്ങളുടെ മുൻപിലൂടെ സൗന്ദര്യമുള്ള പലരെയും ദൈവം മുന്നിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്ന എന്തിനെന്നറിയാമോ? പേരിട്ട് ആളെ മനസ്സിലാക്കി അങ്ങ് വിട്ടോളണം. അല്ലാതെ ചാടിക്കയറി അതിൻ്റെ പിന്നാലെ പോകരുത്. ജീവിതം പാഴാകും, തേപ്പ് കിട്ടും. സത്യം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വാല് വാട്ടി വരും, അപ്പോൾ പട്ടി പോ എന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടാൽ മതി. പട്ടി പോട്ടെ, പൂച്ച പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടാൽ മതി. ദൈവം തരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പഠിക്കണം. സ്വർഗത്തിലെ ദൈവം ഒരാൾക്ക് എന്ത് കൊടുത്തോ അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇവിടെ ഇതാ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ, മനുഷ്യൻ നൽകുന്നതിനേക്കാൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ജോയലിനും അതുപോലെ തന്നെ ഫേബയ്ക്ക് ജോയലിന് ഫേബയെയും ദൈവം കൊടുത്തിരിക്കുകയാണ്. ദൈവമാണ് അവർക്ക് തമ്മിൽ പരിചയപ്പെട്ട് ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇടവരുത്തിയത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പറഞ്ഞങ്ങ് പെട്ടെന്ന് പോട്ടെ. ഈ ഇന്നത്തെ കാലത്തുള്ള പല പ്രേമങ്ങളും അവസാനിക്കുന്നത് ഒന്നുകിൽ ആത്മഹത്യയിലോ കുടുംബകലങ്ങളിലോ ആയിരിക്കും. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് അവർ റിസർച്ച് പുറത്തിറക്കി. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് 99% നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങും പ്രേമിച്ച് നടന്ന ജീവിതം പാഴായ കേസുകളാണ്. അത്രയും പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്ത് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവം ഹൗവയെ ഉണ്ടാക്കിയിട്ട് അവളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവം അവളെ കൂട്ടിക്കൊണ്ടുവന്നു അവൻ്റെ അടുക്കൽ നിർത്തി. ദൈവമാണ് കൊണ്ടുവന്നത്. കുടുംബജീവിതം ആരംഭിച്ച് അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ, അയ്യോ എനിക്കിത് പരിഹരിക്കപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അടുത്ത തീരുമാനമെടുക്കാം എന്ന് ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവം സകല കുടുംബത്തിനും പേര് വരുവാൻ നാഥനായ ക്രിസ്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ വിവാഹിതരായവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കുടുംബത്തിൽ എപ്പോൾ ആര് ജനിക്കണമെന്നും ആര് വിവാഹം കഴിക്കണമെന്നും ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവം കൊണ്ടാക്കി. ഇവിടെ ഇതാ ഫേബയെ ദൈവം കൊണ്ടാക്കിയിരിക്കുകയാണ്. ആരുടെ മുമ്പിൽ? ജോയലിൻ്റെ മുമ്പിൽ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇത് ഞാൻ മാതാപിതാക്കന്മാരോട് ഒരു കാര്യം പറയാം. മാതാപിതാക്കന്മാരോട് ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം കൊണ്ടാക്കിയാളെ വേണ്ട രീതിയിൽ പരിഗണിച്ച് വേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ജോയലിൻ്റെ വീട്ടുകാർക്കുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ? ആ മോള് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇത് ദൈവം കൊണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവമാക്കിയ ആളായതിനാൽ ദൈവത്തിന് മാത്രമേ ഈ വിഷയത്തിൽ
ദൈവം പറയണം പോകണമെന്ന്. ദൈവം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ബൈബിളിൽ ഏതെങ്കിലും പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടോ നീ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോ? പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മരണം വേർതിരിക്കുന്നതുവരെ തിരികെ പോകാൻ പാടുള്ളതല്ല. ചിലപ്പോൾ ചില ഭർത്താക്കന്മാരുണ്ട്, ഇടയ്ക്കങ്ങ് ദേഷ്യം വരുമ്പോൾ പറയും എങ്കിൽ പിന്നെ നീ ഇറങ്ങി പോകാൻ. അപ്പോൾ ഉടനെ മുകളിലോട്ടങ്ങ് നോക്കിയാൽ മതി, അദ്ദേഹം തീരുമാനം. ലെറ്റ് ഹിം ഡിസൈഡ്. ദൈവം തീരുമാനിക്കേണ്ടത്, അല്ലാതെ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനും അതുപോലെ ഇഷ്ടമുള്ളപ്പോൾ പെട്ടിയുമെടുത്ത് യാത്ര ചെയ്യാനും ഉള്ളതല്ല കുടുംബജീവിതം എന്നുള്ളത്. മുതിർന്ന മാതാപിതാക്കന്മാരോടുകൂടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഒരു മോളും വന്നു കയറിയതല്ല. ചിലരങ്ങനെ പറയാറുണ്ട്, അത് വന്നു കയറിയത് ആ മോള്, മറ്റത് കെട്ടിക്കൊണ്ടുവന്ന്. ഇതെന്താ പശുവാണോ കെട്ടിക്കൊണ്ടുവരാൻ? അല്ല, വന്നു കയറിയതെന്നും പറയരുത്. ഈ ലുലു മാളിലാണ് നമുക്ക് തോന്നുമ്പോൾ കയറി പോയിട്ട് തോന്നുമ്പോൾ വരാൻ പറ്റുന്നത്. ഇത് ലുലു മാൾ സംവിധാനമല്ല. ഇത് സ്വർഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവം ഒരു വ്യക്തിയുടെ സകല സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് യോജിച്ച വ്യക്തിയെ ദൈവം നൽകുന്നു. ദൈവം കൊണ്ടാക്കി. ഞാൻ പെട്ടെന്ന് അടുത്ത കാര്യത്തിലോട്ട് പോയി എൻ്റെ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ അടുത്ത് എഴുതി വച്ചിരിക്കുന്നത് ദൈവം അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മനുഷ്യൻ ഇപ്പോൾ ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും. ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ഇതിനു മുൻപ് വരെ സ്വർഗത്തിൽ ദൈവം കൊടുത്തു, ഏദൻ തോട്ടം കൊടുത്തു, മൃഗങ്ങൾ കൊടുത്തു, ജീവജാലങ്ങൾ സകലവും കൊടുത്തിട്ട് അതൊന്നുപോലും ഈ ആദം പറഞ്ഞില്ല എൻ്റെതാണെന്ന്. ആദം എൻ്റെതെന്ന് ആദ്യം പറഞ്ഞ എന്തോന്നറിയാമോ? സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജോഹലെ, എന്താണ് അർത്ഥം? ഫേബെ, ഓർത്തോണം. അർത്ഥം ഇതാണ്: ഇതുവരെ നിങ്ങളെ സ്വാധീനിച്ചവർ, ഇതുവരെ നിങ്ങളെ വളർത്തിയവർ, ഇതുവരെ നിങ്ങളോട് കൂടെ നിന്നവർ, അവരെക്കാൾ ഒന്നാം സ്ഥാനം വരുന്ന ജീവിത പങ്കാളിക്ക് കൊടുക്കണം. അപ്പം മറ്റവർക്കോ? അവർക്ക് സ്ഥാനം കുറയ്ക്കരുത്. ഇപ്പോഴുള്ള സ്ഥാനം കൊടുത്തോളൂ, ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചോളൂ. പക്ഷേ അതിനേക്കാൾ ഒന്നാം സ്ഥാനം ഈ ജീവിത പങ്കാളിക്ക് മാത്രമായിരിക്കണം. അതാണ് ദൈവം അവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ഈ സാധാരണ ആണുങ്ങൾ എൻ്റെ എന്ന് പറയുന്ന വലിയ വലിയ കാര്യങ്ങളെയാണ്. ഇനി ശ്രദ്ധിച്ചാൽ അറിയും. എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ മൊബൈല്, എൻ്റെ റൂം. പിന്നെ സഹോദരിമാർക്കൊരു ഗുണമുണ്ട്, അവർ ചെറുതേ പറയത്തുള്ളൂ. എന്താണ്? എൻ്റെ ചട്ടി പൊട്ടിപ്പോയി, എൻ്റെ തവിയുടെ മറ്റേ അത് പൊട്ടിപ്പോയി, എൻ്റെ ചൂലിൻ്റെ ചൂല്. അവരൊക്കെ പാവങ്ങളെ ചെറിയ സാധനങ്ങളെ പിടിക്കത്തുള്ളൂ. ഇവിടെ ചെറുതും വലുതൊന്നുമില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ. വിവാഹിതരോടും കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് നിൻ്റെ മമ്മി, നിൻ്റെ പപ്പ എന്ന് പറയരുത്. എൻ്റെ മമ്മിയാണല്ലോ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കരുത്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏകദേഹമായി തീരും. ഇവർ ഏകദേഹമായി തീരും. അന്ന് ഏദൻ തോട്ടത്തിൽ ആദമിന് അച്ഛനും അമ്മയും ഇല്ല. എന്നിട്ട് ദൈവം പറയാ, അതുകൊണ്ട് പുരുഷൻ അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. എന്താ അർത്ഥം എന്നറിയാമോ? സർവജ്ഞാനിയായ ദൈവത്തിനറിയാം. കുടുംബ കലഹങ്ങളിൽ ഒന്നാം വില്ലന്മാരായി വരാൻ സാധ്യതയുള്ളത് മാതാപിതാക്കന്മാരായിരിക്കാം. ഇവരുടെ മാതാപിതാക്കന്മാരല്ല, പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ വളരെ വിനയത്തോടെ, ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ, കുട്ടികളെ വിവാഹം കഴിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ കാര്യങ്ങളിൽ അമിതമായി കയറി ഇടപെടരുത്. അവരെ കയറി അമിതമായിട്ട് നിങ്ങൾ നിയന്ത്രിക്കരുത്. അവരുടെ മേൽ നിയന്ത്രണം വയ്ക്കരുത്. 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ജോലി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, കന്യാകുമാരിയിൽ പോകാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും, ജോലിൻ്റെ കാര്യമല്ല, ഒരു ഉദാഹരണമാണ്, വീട്ടിൽ നിന്ന് ഒരുങ്ങി പുറത്തിറങ്ങുമ്പോഴത്തേക്കും, കാരണം ഫേബയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും കന്യാകുമാരി പോകണം, സ്ഥലങ്ങൾ കാണണം, ഭയങ്കര വെൽ പ്രിപ്പയർഡായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴായിരിക്കും വീട്ടിൽ എവിടെറാ പോകുന്നു? അത് കോവളം, കയറിപ്പൊയ്ക്കോ എന്ന് പറയരുത്. എന്നവർ പറയത്തില്ല എന്ന് മറ്റുള്ളവരുടെ ഇത് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയരുത്. മക്കളെ കയറി അമിതമായിട്ട് നിയന്ത്രിക്കരുത്. ചില കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ പാരൻസ് പറയാറുണ്ട്, എൻ്റെ സാറേ അവനൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം സഹായിക്കാൻ പോകുന്നത്. ഈ പ്രപ്പോസൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ അവനെല്ലാം അറിയാം, ഒരു പെണ്ണിനെ നല്ലവണ്ണം നോക്കാൻ അറിയാം, അവന് വീട് നല്ലവണ്ണം നോക്കാൻ അറിയാം. ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ എന്താ പറയുന്നത്? അവനൊന്നും അറിയത്തില്ല, അതാ ഞങ്ങൾ നോക്കാൻ പോകും. അങ്ങനെ ചെയ്യരുത്. ഇനി വേറെ ചിലർ പറയും, കൊച്ചുകുട്ടിയെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടാൻ പോകുന്നത്. കൊച്ചുകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിന് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. അല്ലേ?
അപ്പോൾ ഇവർ കൊച്ചുകുട്ടികളല്ല. ഇന്നു മുതൽ പുതിയൊരു യൂണിറ്റ് ആയി കഴിഞ്ഞു. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു പിതാവ്. ഇന്നു മുതൽ അങ്ങനെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് മറ്റുള്ളവർ ഇടപെടാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളത് കൂടെ പറഞ്ഞ്, ഈ കുടുംബം ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ പോകുമ്പോഴാണ് മൂന്നാമൻ ആ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായിരുന്നു പിശാച്. പിശാച് ആ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും വഞ്ചിച്ചു, ചതിച്ചു. അവർ പാപത്തിൽ വീണു. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, അപ്രതീക്ഷിതമായി കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഏക മാർഗം എന്നുള്ളത് ഒളിച്ചിരിക്കലല്ല. ഇവിടെ ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ചെയ്തതെന്നറിയാമോ? അവർ എത്രയും പെട്ടെന്ന് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി, ഒരു വസ്ത്രമുണ്ടാക്കി, അല്ലെങ്കിൽ അത് തുടർന്ന് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. സ്വർഗത്തിലെ ദൈവം ഈ പ്രശ്നം പരിഹരിക്കുവാൻ അവിടെ വന്നിട്ട് അവരെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അല്ലയോ ആദമേ, നീ എവിടെ? കം ബിഫോർ മീ. നീ ഇപ്പൊ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, നീ എന്റെ മുൻപിൽ വാ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നുള്ളത് കുരിശിന്റെ മുൻപിൽ വരുന്നവനാണ്, അല്ലാതെ വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിക്കുന്നവനല്ല. വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ച് ജീവിക്കാനുള്ള അപാര കഴിവ് നമ്മുടെ മലയാളികൾക്കുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ആര് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവിടെ ഇതാ മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്താണ് ആ മുന്നോട്ട് വരവ്? ഈ ദൈവം വന്നിട്ട് ഏദൻ തോട്ടത്തിൽ വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നവരെ വൃക്ഷത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അവർ അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. ഇവിടെ ഇതാ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കുരിശിൽ ആ വൃക്ഷത്തിന്റെ മുകളിൽ വൃക്ഷത്തിൽ തൂങ്ങപ്പെട്ട ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു. മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എത്ര തന്നെ ശ്രമിച്ചാലും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വലിയ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് പോകേണ്ടവനായിരുന്ന മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു. യാതൊരു പാപവും ചെയ്യാതെ ജീവിച്ച കർത്താവായ യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ചുമലിൽ ആ പാപം ഏറ്റെടുക്കുകയായിരുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട് മനുഷ്യന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നു. ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഏത് പ്രശ്നമാണ് സ്നേഹിത താങ്കളുടെ പരിഹരിക്കപ്പെടാത്തത്? വേദപുസ്തകത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ക്രൂശിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. മനുഷ്യന് ഒട്ടും പരിഹരിക്കത്തില്ല എന്ന് വിചാരിച്ച പ്രശ്നമാണ് ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നുപോയ പ്രശ്നം. അത് പരിഹരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, കേവലം ഒരു വിവാഹ ചടങ്ങിന് വന്ന് പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ പോകുന്നവരെ പോലെ ആകരുത്. മറിച്ച് എനിക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വേണം. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഞാനിനി വൃക്ഷത്തിൻ്റെ മുന്നിൽ ഒളിച്ചിരിക്കുന്നില്ല, ഞാനിനി ഭയപ്പെട്ടിരിക്കുന്നില്ല, ഞാൻ ഈ ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ പോവുകയാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണ് ഈ ഇരിക്കുന്ന രണ്ടുപേരും, ഇവിടെ ഇരിക്കുന്ന പലരും, എൻ്റെ മുൻപിലിരിക്കുന്ന സ്നേഹിതരെ നിങ്ങളും. എന്നാൽ അങ്ങനെ ഇതുവരെയും ആരും സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സമസ്ത പ്രശ്നങ്ങളുടെയും പരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ആര് വരുന്നോ അവർ നിത്യജീവൻ പ്രാപിക്കും, അഥവാ വീണ്ടും ജനിക്കും എന്നാണ്. പാപങ്ങൾ പരിഹരിക്കപ്പെട്ടവരായി വീണ്ടും ജനിച്ചവരായി ഈ ദേശത്ത് ഏറ്റവും നല്ല ദൈവഭക്തിയുള്ളവരായി ജീവിക്കുവാൻ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും, വിവാഹിതരെ നമ്മുടെ ജീവിതം ഒന്നുകൂടെ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് തുലനം ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും, ഇന്ന് വിവാഹിതരാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.